ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അർജന്റീന തോറ്റ സങ്കടത്തിൽ രാവിലെ തന്നെ ഇരുന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കെട്ടിയോനെ. രാവിലെ എന്ന് പറയുമ്പോ രാത്രി കളി കഴിഞ്ഞ് വന്ന പാടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു. ആളൊരു അർജന്റീനിയൻ ഫാൻസ് ആണ് കേട്ടോ. എല്ലാ അർജന്റീനന്റെ കളി ഉണ്ടെങ്കിലും മൂപ്പര് മുടങ്ങാതെ പോയി കാണും. ഇവിടെ അടുത്ത് ക്ലബിൽ പോയിട്ടാണ് കളി കാണുക കേട്ടോ. കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഇന്നലെ പാതിരാത്രിക്ക് എപ്പോഴോ ആയിരുന്നു കളി. അജിക്കുട്ടനും ഒപ്പം പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ കാലത്ത് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ജനലിന്റെ അയിലെ ഒരു നീലക്കുപ്പായം പോയത് അജിക്കുട്ടനാണ്. മദ്രസ്ക്ക് പോയതാണ് കേട്ടോ. രാത്രി 12:30ക്ക് ഞാനും കളി കാണാനുണ്ട് ട്ടോ ഉപ്പച്ചി എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് 9 മണിയായപ്പോൾ തന്നെ ആളാൾട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പച്ചി അവനെ വിളിച്ചാനൊന്നും നിന്നിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അർജന്റീന ഗോളൊന്നും അടിച്ചാത്തത് കൊണ്ടും തോറ്റത് കൊണ്ടും അധികം ബഹളമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പടക്കം പൊട്ടിച്ചിട്ടും ആകെ മൊത്തം ബഹളമായി. കാരണം രാത്രി മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ സ്പെയിനിന് ആരാധകർ കുറവായത് കൊണ്ടും അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ നമുക്ക് നമ്മളെ കാര്യത്തേക്ക് തേച്ചു തരാം. ഞാൻ ഇന്നലെ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഉഷാറായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ദോശയല്ല ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവ് നല്ല രീതിക്ക് പൊന്തി വന്നാൽ തന്നെ ഒരു സമാധാനമാണ്. ഞാൻ മാവ് അരച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വേഗം അടുക്കളയിൽ വന്നിട്ട് ഒന്ന് നോക്കൂട്ടോ. ഇത് പൊന്തി വന്ന് കണ്ട ഒരു സമാധാനം. അപ്പോൾ ഇന്ന് നല്ല ഉഷാറായിട്ട് പൊന്തിക്കണേ. എന്നും ഒരേ രീതിയിൽ തന്നെയാണ് ദോശക്കായിട്ട് ഇഡ്ഡലിക്കായിട്ട് ഞാൻ മാവ് ഉണ്ടാക്കലാണെങ്കിലും എന്നും ഒരേപോലെ ഒന്നും കറക്റ്റ് കിട്ടൂല. ചിലപ്പോൾ അത് ഈ മഴനെയും വെയിലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് തണുപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോലോ. ഇന്നും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണത് അഗാരോന്റെ ഗ്രാൻഡ് എഗ് ബോയിലറിന്റെ പൗച്ചുകൾ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഈ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് ഇഡ്ഡലി തട്ടെടുക്കാൻ ഭയങ്കര മടിയാണേ. ഇന്ന് ഞാൻ 2 കടി ഉണ്ടാക്കാൻ തന്നിട്ടില്ലേ. ഇന്നിപ്പോ ദൊഡ്ഡലി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചില ദിവസം ഓരോരോ തോന്നലാണ്. അപ്പൊ കുറച്ച് ദോശ ഉണ്ടാക്കും, ദൊഡ്ഡലി ഉണ്ടാക്കും. ഇന്ന് ദൊഡ്ഡലി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ആ തട്ട് വെന്ത് വരുമ്പോഴത്തേന് ഞാൻ ഇതാ ഇങ്ങനെ ഈ ഒരു പാത്രത്തിലും കൂടി മാവ് ഒഴിച്ചേക്കാണ് കേട്ടോ. ഇതിൽ വെക്കണ ആ തട്ടിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതൊന്നുമില്ല. അതിന്റെ അടിയിൽ നമുക്ക് അതിൽ വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള പാത്രത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ചട്ടിനി ഉണ്ടാക്കിയെടുക്കണം. തേങ്ങയും ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്ത് അതൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഇത് വന്നപ്പോ പിന്നെ നമ്മൾ ഓരോ ട്രിപ്പ് ഇതാക്കുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം അത് സ്റ്റീം ചെയ്തെടുക്കാനുള്ള പാകത്തിലുള്ള വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം കുറവായാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയപ്പോൾ തന്നെ പോന്നിട്ടുണ്ടായിനി കേട്ടോ. ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുഞ്ഞിപ്പാത്രത്തിൽ വെച്ച് തൊട്ടലി റെഡിയായി വരുമ്പോഴത്തേന് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ദൊഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ചേക്കാം. ദൊഡ്ഡലി അല്ല കേട്ടോ, ഇഡ്ഡലി. അത് ഇടയ്ക്ക് ഉണ്ടല്ലോ, ഞാനങ്ങനെ തമാശ രീതിയിലാണ് പറയണതാണ്. പക്ഷെ ചിലരൊക്കെ വിചാരിച്ചു നമ്മളെ നാട്ടിൽ ഇഡ്ഡലിക്ക് ദൊഡ്ഡലി തന്നെയാണ് പറയാന്ന്. അല്ല കേട്ടോ, അതൊരു സിനിമ ഡയലോഗില്ലേ, അതിന് കട്ടെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ചട്നി ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കടുകിട്ട് കണ്ട് എടുക്കണോളൂ കേട്ടോ. അപ്പം അതിക്ക് ഉലുവയല്ല ഉഴുന്നും നമ്മൾ കടുകും ചേർത്ത് കൊടുക്കണേ. ഈ ഒരു പാത്രത്തിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇതേപോലെ കടുകൊക്കെ ഇടുമ്പോൾ അടച്ചു വെക്കണം. അല്ലെങ്കിൽ കടുകൊക്കെ നാനാ വയ്ക്കും പോയിട്ട് പാത്രത്തിൽ പിന്നെ നമുക്ക് ഒഴിച്ചു വെക്കാൻ കടുകൊന്നും ഉണ്ടാവില്ല. ചെറിയ കുണ്ടില്ലാത്ത പാത്രം ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്. കുഴി ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പലർക്കും നമ്മളെ മലപ്പുറം ഭാഷ ഒന്നും ചിലതൊന്നും പിടിക്കണില്ല, മനസ്സിലാവണില്ല. ഒരാൾ ഇന്നലെയായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഈ വീഡിയോയിലൊക്കെ ഒരുവിധം നല്ല രീതിക്കൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കണതാണ് കേട്ടോ. പക്ഷെ ചില സമയത്ത് നമ്മൾ ആ ഒരു ഒറിജിനൽ നമ്മളെ ഭാഷ ഉണ്ടല്ലോ, അത് കയറി വരും, അതാണ്. അപ്പോൾ ഈ ഇഡ്ഡലിയും റെഡിയായി. അപ്പോഴത്തേനും ഞാൻ ഇത് എടുത്തേക്ക് വച്ചിയത് വെച്ച് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ കാക്കാക്ക് ആകെ 2 മണിക്കൂറിൽ നിന്ന് ഉറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആള് വീണ്ടും പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നീച്ചിക്കണേ. അപ്പൊ ആൾക്ക് ഞാൻ ദൊഡ്ഡലിയും നമ്മളെ ചട്നിയും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്നി ഞാൻ സാധാരണ ചട്ടിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കലുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാവരും ചെയ്യണ കണ്ടിട്ട് ഇത് പിന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചായ കഴിഞ്ഞാൽ ഞാൻ വേഗം അലക്കാനാണ് ഓടിയിട്ടുണ്ടേനി. കാരണം രാവിലെ തന്നെ ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ടേനി. അപ്പൊ എനിക്ക് തോന്നിയാണ് ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് എന്നുള്ളത്. അപ്പൊ മഴ വരുന്നതിന് മുന്നേ അലക്കല് ഞാൻ പെട്ടെന്ന്
പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ നല്ല മഴ പെയ്യും. രാവിലെ നല്ല എനർജി ഒക്കെ ആയിട്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയതാണെങ്കിലും ഈ മഴ വന്നാൽ പിന്നെ എനിക്കൊരു മടിയാവും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഒരു തോന്നലാണ്. പക്ഷെ അങ്ങനെ എപ്പോഴൊന്നും കിടക്കൊന്നുമില്ല, എങ്കിലും ഒരു ചെറിയൊരു മടി. എല്ലാ പണിക്കൊരു പിന്നോക്കം ആവും ഞാൻ. അന്ന പോലെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു തോന്നല്. ഇന്ന് ചെറിയ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടേനി. കാരണം ഇന്ന് ലഞ്ചിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല, കാരണം ഇന്നലത്തെ കറികളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ ഒന്ന് അങ്ങനെ ഉച്ചക്ക് അത് വെച്ചിട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് വിചാരിച്ച പോലത്തെ ക്ലീനിങ് പരിപാടികളൊന്നും നടത്തിയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു മടി. അപ്പൊ പിന്നെ ഞാനിന്ന് കുറെ കാര്യങ്ങൾ അങ്ങനെ മടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെയൊന്നല്ല, ഇനിയിപ്പോ ഇന്നത്തെ എടുക്കാത്ത ഞാൻ നാളെ പ്രൊഡക്റ്റീവായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. അതിന്റെ ഇടയ്ക്ക് ഈ മിഞ്ഞാന്ന് കാക്ക കുത്തിയ ചീന കുറച്ച് പപ്പായ ഉണ്ടേനു. ഒന്ന് കുത്താൻ പറഞ്ഞപ്പോ ഒരു 3 മൂപ്പര് കുത്തിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനു. അത് ഓരോന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടേനെ. ഇന്നലെ ഒന്ന് പഴുത്ത് മുറിച്ചിട്ടുണ്ടേനി. അപ്പൊ രണ്ടാമത്തെ ഇതാ ഇന്ന് ഞാനത് മുറിച്ചിട്ടുണ്ടേനി. ഏത് ടീമേനി അപ്പോ? മെസ്സിന്റെ ടീമേനി? ആരെങ്കിലും അങ്ങനെ നോലോളിച്ചരിയാ? മെസ്സി തോറ്റ് എന്നും പറഞ്ഞിരുത്തി നോലോളിച്ച ഇങ്ങോട്ടൊക്കെ. എല്ലാ വർഷവും മെസ്സിക്ക് കപ്പ് കിട്ടിക്കൊള്ളുന്നില്ല. മാറി മാറി രാജ്യങ്ങൾ കളിച്ചിട്ടില്ല, എല്ലാവർക്കും കിട്ടണ്ടേ? മെസ്സി തോറ്റിട്ട് തോലോളിച്ച. ഞാനൊരു ടീമിലുമില്ല. ഏത് ടീമാ ഞാന്? അതിന് ഞാൻ തൊട്ടെന്ത് തോറ്റിട്ടെന്താ ചെയ്യണേ? തോറ്റിട്ട് കരയോ ആരേലും? കരയോ? തരുമില്ലല്ലോ. കരയൂല, ആരും തോറ്റ കരയൂല അല്ലേ? മോളെ, ഇതൊരു മത്സരാണ്. 4 വർഷം കൂടുമ്പോ ഉണ്ടാവുന്ന മത്സരാണ്. കേക്കുണ്ടോ? അത് ഇജിപ്പോ സ്കൂളിൽ ഓരോ പരിപാടിക്ക് കണ്ടില്ല, ഇജ് ഒരാളല്ലേ ജയിക്കുള്ളൂ. എന്ത് പരിപാടിക്കും ഒരു ക്ലാസ്സിൽ ടോപ്പർ ഒരാളെ ഉണ്ടാവുള്ളൂ അല്ലേ? അതുപോലെ തന്നെയാണ് ഏത് മത്സരത്തിനും. ഒരു കസാര കളിയിൽ കൂടിയ ലാസ്റ്റ് ജയിക്കുന്ന ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഫുട്ബോളായാലും എന്തായാലും അങ്ങനെ ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ. അതിന് മെസ്സി തോറ്റ് പറഞ്ഞിട്ട് കരയാ? മെസ്സിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഓന് കിട്ടിയ പൈസയും പോകില്ലിട്ടോ, ഓൻ്റെ പേരിൽ പോയി സുഖമായിട്ട് കടന്നു പോകുന്നുണ്ടാവും. ഇനി നമ്മളിവിടെ കരയാൻ നിൽക്കല? അച്ഛി അനക്കെന്താ ഇത്ര ഇടങ്ങേറ്? അനക്കെന്താ ഇടങ്ങേറ് പെണ്ണേ? ആളിപ്പച്ചിന്റെ കൂടെ ചേർന്ന് ഒരു അർജന്റീനിയൻ ഫാൻസ് ആണ് കേട്ടോ ഓളും. അപ്പോ ഞങ്ങളിങ്ങനെ റീൽസ് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മെസ്സി കരയണതും അങ്ങനെ സാഡ് BGM ഒക്കെ ഇട്ടിട്ടുള്ള മെസ്സിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോ ആൾക്ക് അങ്ങോട്ട് സങ്കടം കയറി കരഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഓള് കുറെ നേരം കരഞ്ഞിട്ടുണ്ടേനി. പിന്നെ ഞാനൊരു വിധത്തിലൊക്കെ സോപ്പിട്ട് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ ആളാണ് ഓക്കെ ആയിട്ടുണ്ടേനി കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ജനിക്കുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഞാൻ പുതിയതായിട്ട് ഓൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സംഗതിയാണ് കേട്ടോ. ജനിക്കുട്ടന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ജനിക്കുട്ടന് അധികം ഫോണ് കാണലില്ല എന്നുള്ളത്. ഇപ്പോഴും ആള് സ്വന്തമായിട്ട് ഫോൺ എടുത്ത് കാണുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫോൺ തുറക്കാനൊക്കെ അറിയും. പക്ഷെ ഞാൻ ഫോൺ ഓന്റെ കയ്യിൽ കണ്ട വേഗം വാങ്ങിച്ചാൽ അതിനങ്ങനെ കരച്ചിലോ ബഹളോ അലമ്പൊന്നുമില്ല. ആള് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഫോൺ വേണമെന്നുള്ളതൊന്നുമില്ല. കാരണം ഞാനത് ആദ്യം ശീലിപ്പിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ABCD പാട്ടൊക്കെ ആളിങ്ങനെ പാടും, ഞങ്ങളിങ്ങനെ പാടിക്കൊടുക്കും. അപ്പൊ ഇങ്ങനെ പാടും. പക്ഷെ ഏതാ ബേബി ഏതാന്നൊന്നും കുട്ടിക്ക് അറിയൂല. അപ്പൊ ഒന്നറിയാനുള്ള പ്രായം ആവണുള്ളൂ. പക്ഷെ എന്നാലും ഇടയ്ക്ക് നിങ്ങൾ കാണലുണ്ടാവും, വീഡിയോയിൽ ഞാൻ കാണിക്കാറുണ്ട്. നിയമോൾ ഇങ്ങനെ ടീച്ചറും കുട്ടിയായിട്ട് ഇങ്ങനെ അവനെ കളിപ്പിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് എന്നാല് ഓനക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ സാധനം വാങ്ങിയതാണ്. ഇതൊരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. 200 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാലോ. അപ്പൊ അത് വിചാരിച്ചിട്ട്
ടീച്ചർ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് കരച്ചിൽ മാറ്റിയപ്പോഴത്തേക്കും കുട്ടി കരച്ചിൽ തുടങ്ങിക്കണം കേട്ടോ. കുട്ടിക്ക് എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ റെഡിയാക്കി വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്ന് ABCD വരുന്നത്, പിന്നൊന്ന് ഷേപ്പുകൾ വരുന്നത്, പിന്നൊന്ന് 1 2 3 വരുന്നത്, അങ്ങനെ പ്ലസ് മൈനസ് ഒക്കെ വരുന്നത്, അങ്ങനെ 3 ബോർഡായിട്ടാണ് കേട്ടോ ഉള്ളത്. സെനിക്കുട്ടൻ അങ്ങനെ പൂർണ്ണമായിട്ട് ഫോൺ കാണൂല എന്നൊന്നും ഇല്ല കേട്ടോ. വേറെ ആരെങ്കിലും ഫോണ് കാണുകയാണെങ്കിൽ ഓല കൂടെ പോയിരുന്ന് കാണും എന്നല്ലാതെ സ്വന്തമായിട്ട് എനിക്ക് ഫോണിൽ അതിട്ട് തരൂ ഇതിട്ട് തരൂ എന്നുള്ള പറഞ്ഞ വാശികളൊന്നുമില്ല. അതൊന്നാമത് ഞാനത് ഫസ്റ്റ് മുതലേ ശീലിപ്പിക്കാത്തത് കൊണ്ടും പിന്നെ ഇപ്പൊ എനിക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിട്ടോ. ഇപ്പൊ ഇനി ഫോൺ ഒറ്റക്കാണെങ്കിലും എന്ത് വാശി കാണിച്ചാണെങ്കിലും ഫോൺ ഇട്ട് സമാധാനിപ്പിക്കുന്ന പരിപാടി എനിക്കും അറിയാതായിട്ടോ. മറ്റോലൊക്കെ ഞാൻ അങ്ങനെ വഷളാക്കിയിട്ടുണ്ടേനു. പക്ഷെ ഓനെ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ സമാധാനിപ്പിച്ച് വിടലാണ് ചെയ്യല്. ടീച്ചർ ഇവിടെ കാര്യമായിട്ട് ABCD ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടെങ്കിലും കുട്ടിക്ക് അതൊന്നും വായിക്കാനൊന്നുമില്ല മൂടില്ല കേട്ടോ. കുട്ടി അപ്പുറത്ത് ഓരോന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഓള് കളിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണത് കാണാം. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ അക്ഷരങ്ങൾ ഇന്നതാണ് എന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓനിപ്പോ ഈ ഷേപ്പ് വെക്കാനുള്ള ഷേപ്പ് വേറെ എവിടെയാണ് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കണത്. ഓനിപ്പോ ഇപ്പൊ പഠിക്കാനുള്ള മൂടൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വലുതും കൊണ്ട് പഠിക്കണത് കാണുകയാണെങ്കിൽ ഞാൻ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. 17 കാണാനില്ല, അതുകൊണ്ട് 18 കിട്ടി. ഈ സെറ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വേണ്ട ആൾക്കാർ നിറയെ വാങ്ങാൻ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ എല്ലാം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാട്ടോ. പിന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചൊരു സാധനം അതും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഒരാഴ്ച മുമ്പേറ്റ് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഒരു വീഡിയോയിലും അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊരു 24 കളർ വരുന്ന സെറ്റാണ്. മെഴുക് പോലത്തെ കളറില്ലേ അത്, ക്രയോൺസ് പോലത്തെ. ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് 20 റുപ്യേന്റെ 10 റുപ്യേന്റെ അങ്ങനത്തെ ക്രയോൺ ആണ് കേട്ടോ അധികം വാങ്ങുക. അതാണെങ്കിൽ ഇവലൊന്ന് ബലം പിടിച്ചിട്ട് ഒന്ന് കളർ കൊടുക്കുമ്പോഴത്തേന് പൊട്ടിപ്പോരും. പിന്നീട് അടുത്തൊരു എക്സാം ഒക്കെ വരുമ്പോഴത്തേന് മിക്കവാറും എല്ലാ എക്സാമിലൊക്കെ ചെറിയ കുട്ടികൾക്ക് നിയമമൊക്കെ എന്തെങ്കിലും കളറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കളർ ഉണ്ടാവില്ല. ഇതിൽ 24 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പല കളറിലും വരുന്നുണ്ട്. വൈറ്റ് അങ്ങനത്തെ കളറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഇവിടുന്ന് വാങ്ങുന്ന ചെറിയ 10 റുപ്യേന്റെ 20 റുപ്യേന്റെ ഒക്കെ ഇതിൽ 12 കളേഴ്സ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇത് പെട്ടെന്നൊന്നും ഒടിയില്ല എന്നൊക്കെ ഉള്ള റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. കയ്യിൽ മറ്റേ കളറൊക്കെ കയ്യിൽ പിടിക്കുമ്പോഴത്തേന് ആ ഒരു ക്രയോൺസ് ഒക്കെ പൊട്ടിപ്പോരുമല്ലോ. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്ന ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതിന് ഒരുപാട് റിവ്യൂസും റേറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് വാങ്ങിച്ചതേനി കേട്ടോ. സംഗതി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നിക്കണൊക്കെ ഉണ്ട്, അങ്ങനെ പൊട്ടണമൊന്നുമില്ല പെട്ടെന്ന്. പിന്നെ ഞാൻ ബലം പിടിച്ച് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അഥവാ നമ്മള് ബലം പിടിച്ച് പൊട്ടിയ പിന്നെ അത് നമുക്കൊരു അടങ്ങേറുമല്ലേ. അങ്ങനെ അല്ലാതെ ഒരു കയ്യിൽ പിടിക്കുമ്പോഴത്തേന് അങ്ങനെ പൊട്ടണമൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇതിനിങ്ങനെ ഒരു ബോക്സും അത് ഓരോ ക്രയോൺസ് വെക്കാനുള്ള ഓരോരോ സ്പേസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടായതുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അവിടെ ഇവിടെയും ഒന്നും കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതൊക്കെ ഈ ഒരു പേപ്പർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇതേ കാരണം പിന്നെ അത് കീറിയിട്ട് പിന്നെ ആ ക്രയോണൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ലേ കാരണം. ഇതിന് ഇങ്ങനെ ഒരു ബോക്സ് ആയതുകൊണ്ട് ആവശ്യം കഴിയുമ്പോൾ ആ ബോക്സിൽ തന്നെ ഇട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഈ ക്രയോൺ വന്നതിന് ശേഷം ഓല് വൈകുന്നേരത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഓനും ഇരിക്കും കേട്ടോ ഒരു ബുക്കും കൊണ്ടിട്ട്. എന്നിട്ട് ആ ബുക്കിൽ ഇങ്ങനെ വരച്ചും കുത്തിയും ഇരിക്കും. അത്യാവശ്യം നല്ല കളറൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മായ്ക്കാനൊക്കെ പറ്റും എന്നാണ് പറഞ്ഞത്. അത് കണ്ടോ ഇങ്ങനെയൊന്നും കാട്ടിയ പൊട്ടൂല എന്നൊക്കെയാണ് ആള് ഇങ്ങക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആളും അതേപോലെയൊക്കെ കാണിച്ചു നോക്കാണ്. ജനിക്കുട്ടന് ഇവല് സ്കൂൾക്ക് പോയാലും ഉള്ള കാര്യങ്ങൾ എന്താ വെച്ചാല് ഓല പെയിന്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ക്രയോണൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോകും. ചിലപ്പോ ഇന്റെ ചട്ടിയും കുടിക്കുകയും പാത്രങ്ങളൊക്കെ ഈ കാരം ഓന് വേണ്ടിയില്ല. ഓന് ഓരോരോ മൂടാണ്, അതിനനുസരിച്ച് ചിലപ്പോ സോപ്പും വെള്ളം കൊണ്ട് കളിച്ചില്ല ഈ കാരം. അങ്ങനെ പല രീതിയിലുള്ള കളികൾ മോൻ എക്സ്പീരിയൻസ് ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ ആള് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശിയൊന്നും പിടിക്കലില്ല. നമ്മളാരെങ്കിലും കാണുകയാണെങ്കിൽ അതിന്റെ കൂടെ ഇരുന്ന് കാണലുണ്ട്. അത്യാവശ്യം നല്ല നേരം ഇരുന്ന് കാണും കേട്ടോ. നമ്മളാരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളത് ഓഫ് ആക്കുന്ന വരെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് കാണും. ഞാൻ കുറച്ചൊക്കെ കാണിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വഴി തിരിച്ചു വിടലാണ്. ഇതൊരു ദിവസം സ്കൂളുള്ള ദിവസം ഒറ്റക്ക് ഇങ്ങനെ സ്കൂൾ ഉണ്ടാകുമ്പോൾ ഞാനും ഓന് ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓന് ഭയങ്കര ബോറടിയാണ്.
അപ്പം ഓന് ചെയ്യണതാണ് കേട്ടോ. അജിക്കുട്ടനെ 2 കളർ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വാട്ടർ കളർ കൊണ്ട് ഇതിലേക്ക് ആകെ പെയിന്റ് അടിച്ച് ഈ അകം മൊത്തം എനിക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ചില സമയം അതിന്റെ ബേക്കിൽ വേറെ പണികളൊക്കെ നമുക്ക് വരും, അതൊക്കെ നമ്മള് കാണണം. പക്ഷെ എന്നാലും തുടച്ചെടുത്താ റെഡി ആവും കേട്ടോ. ഇതിപ്പോ ആ ഒരു വാട്ടർ കളർ ആയതുകൊണ്ട് അങ്ങനെ പോകാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങള്. ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻഷാ അള്ളാഹ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.